യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനന്ദയും മിശ്രപിതാവ് തിരുനാമത്തിനെ ഞങ്ങൾ നന്ദി പറയുന്നു. നല്ലൊരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, പാട്ടുകൾ പാടുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ചിന്തകളും വെടിഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ദൈവമേ, വചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാം അങ്ങേ മഹത്വത്തിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അല്പസമയം നാം ദൈവത്തെ പാടി ആരാധിക്കാം. അതിനായി ഞാൻ എറണാകുളത്ത് നിന്നും സെൽറ്റിക് സോൾസ് എന്ന ബാൻഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Greetings to you all in the matchless name of our God and Savior Jesus Christ. This is Celtic Souls ministering today. On strings, acoustic, we have Santosh Tankachan. On vocals, myself, Josely Jos, and my sister, Gemily Jos. On electric strings, we have Steve Santosh, and on keys, we have Samuel Joy. I take this opportunity to thank the Hebron Broadcasting team members and the administrators for having invited us today for this praise and worship session. Now, let's listen to a song. ദൈവത്തിൻ്റെ കൃപ, അതുപോലെ തന്നെ സ്നേഹം എത്ര മനോഹരമാണല്ലേ. ഈ പാട്ട് രചിച്ചിരിക്കുന്നത് എൻ്റെ സിസ്റ്റർ ജെംലി ജോസ് ആണ്. And she has composed and written. So let's listen to this beautiful song. മനോഹരം നാദാനിൻ സ്നേഹമെത്ര അതിശയമേ, നാദാനിൻ കൃപ എത്ര മനോഹരം, നാദാനിൻ സ്നേഹമെത്ര അതിശയമേ, നാദാനിൻ കൃപ മതി എനിക്ക്, നാദാനിൻ സ്നേഹം മതി എനിക്ക്, നാദാനിൻ കൃപ മതി എനിക്ക്, നാദാനിൻ സ്നേഹം മതി എനിക്ക്. വരെ ജീവിപ്പാനായി നിൻ കൃപ മതി എനിക്ക്, ജീവിതം വരെ ജീവിപ്പാനായി നിൻ കൃപ മതി എനിക്ക്. നിൻ സ്നേഹത്താൽ എന്നെ നീ വീണ്ടെടുത്തല്ലോ, നിൻ കൃപയാൽ എന്നെ നീ താങ്ങിയല്ലോ, നിൻ സ്നേഹത്താൽ എന്നെ നീ വീണ്ടെടുത്തല്ലോ, നിൻ കൃപയാൽ എന്നെ നീ താങ്ങിയല്ലോ. നാദാനിൻ കൃപ മതി എനിക്ക്, നാദാനിൻ സ്നേഹം മതി എനിക്ക്, നാദാനിൻ കൃപ മതി എനിക്ക്, നാദാനിൻ സ്നേഹം മതി എനിക്ക്. ജീവിതാന്ത്യം വരെ ജീവിപ്പാനായി നിൻ കൃപ മതി എനിക്ക്, ജീവിതാന്ത്യം വരെ ജീവിപ്പാനായി നിൻ കൃപ മതി എനിക്ക്. പാപത്തിൻ വഴി തേടിപ്പോയപ്പോഴും നിൻ സ്നേഹമാണ് എന്നെ വീണ്ടെടുത്തത്, പാപത്തിൻ വഴി തേടിപ്പോയപ്പോഴും നിൻ സ്നേഹമാണ് എന്നെ വീണ്ടെടുത്തത്. നാദാനിൻ കൃപ മതി എനിക്ക്, നാദാനിൻ സ്നേഹം മതി എനിക്ക്, നാദാനിൻ കൃപ മതി എനിക്ക്, നാദാനിൻ സ്നേഹം മതി എനിക്ക്. ജീവിതാന്ത്യം വരെ ജീവിപ്പാനായി നിൻ കൃപ മതി എനിക്ക്, ജീവിതാന്ത്യം വരെ ജീവിപ്പാനായി നിൻ കൃപ മതി എനിക്ക്. നീ എന്നെ തേടി വന്ന സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ മനം പാടിടുന്നേ, നീ എന്നെ തേടി വന്ന സ്നേഹം ഓർക്കുമ്പോൾ
Praise Lord. തുടർന്ന് നമുക്ക് വീണ്ടും പാട്ടുകൾ ശ്രവിക്കാം, ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം എന്ന് തുടങ്ങി നമുക്ക് തുടർന്ന് കുറേ പാട്ടുകൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോര്, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോര് രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പെറ്റതള്ളയെ കാലുറ്റ് സ്നേഹിക്കുന്ന, പെറ്റതള്ളയെ കാലുറ്റ് സ്നേഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ. നിന്നിതം ചെയ്തോ നാം സുതനെ പോലെ, നിന്നിതം ചെയ്തോ നാം സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിന്നിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിന്നിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. യേശുക്രിസ്തുവിൻ ശരീരയാകത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. യേശുക്രിസ്തുവിൻ ശരീരയാകത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ. പൂർണ്ണ സഹിഷ്ണുതായേകണേ പ്രിയ, പൂർണ്ണ സഹിഷ്ണുതായേകണേ പ്രിയ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടെത്തും. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും രാജൻ
യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ ഈശോടിനാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ ഈശോടിനാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ എന്നങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ എന്നങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ രോഗശയ്യയിലെനിക്കു സഹായകൻ കാലഗീതവും അവൻ രോഗശയ്യയിലെനിക്കു സഹായകൻ കാലഗീതവും അവൻ നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഹിയും അവൻ തന്നെ നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഹിയും അവൻ തന്നെ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു അത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ അത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ ഒരുമിച്ച് യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥനേശുവേ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥനേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹൻ വേറാരിനി
ജീവനാഥനേശുവേ സ്തുതി ചെയ്യുമാറാവേ നിത്യവും നിൻ ജീവനാഥനേശുവേ സ്തുതി ചെയ്യുമാറാവേ നിത്യവും നിൻ ജീവനാഥനേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി സ്തുതി ചെയ്യുവാനാമേ നിത്യവും നിൻ ജീവനാഥനേശുവേ സ്തുതി ചെയ്യുവാനാമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. Thank you. ഇത്രയും നേരം നാം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുകയായിരുന്നല്ലോ. അല്പസമയത്ത് വചന ചിന്തയ്ക്കായി എറണാകുളത്ത് നിന്നും പാസ്റ്റർ ജോസഫ് KD-നെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യായാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സാക്ഷാൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയം കർത്താവിന്റെ തിരുവചനവുമായി നമുക്കൊരുമിച്ച് ആയിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, സ്നേഹവാനായ ദൈവമേ, ഈ സന്ധ്യായാമത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അങ്ങയുടെ തിരുവചനം ധ്യാനിച്ച് വചനത്താൽ പോഷണം ലഭിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം അവിടെ നിന്ന് സഹായിക്കണമെന്ന് അങ്ങയുടെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും വചനത്താൽ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ശുശ്രൂഷക്കായ ഇടവിനെയും സഹായിക്കണം, തുണയ്ക്കണം. വചനം തന്ന് ഞങ്ങളെ അവിടെ നിന്ന് പോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം വചനം കേട്ടപ്പോൾ അവരുടെ ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരുന്നത് പോലെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ കത്തുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഉള്ളിൽ കത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് അങ്ങയുടെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരുന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവിൽ ശക്തിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടതിനായി യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 34-35 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമുക്ക് വളരെ പരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. യേശു തന്റെ ശിഷ്യന്മാരോട് കൂടെ പെസഹ ആചരിക്കുന്ന രാത്രികാലം ശിഷ്യന്മാരോട് വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളാണ് 13-ാം അധ്യായം, തുടർന്ന് 14, 15, 16 അധ്യായങ്ങളിലെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. തന്റെ 12 ശിഷ്യന്മാരും തന്നോടുകൂടി ആയിരുന്നപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. യേശു അവിടെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ ശിഷ്യന്മാരായി തീർന്ന, സകലവും വിട്ട് തന്നെ അനുഗമിച്ച തന്റെ 12 ശിഷ്യന്മാരോട്, തന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന, തന്റെ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്ന, തന്നോടുകൂടെ നാടെങ്ങും ചുറ്റി നടന്ന് കർത്താവിനോടുകൂടെ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്ന തന്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെങ്ങനെ സ്നേഹിക്കണമെന്ന് യേശു പറയുന്നു? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അപ്പൊ നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരം സ്നേഹിച്ചതുകൊണ്ട് കാര്യമായില്ല. നമുക്ക് സ്നേഹിപ്പാനായിട്ടൊരു മാതൃക കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ, യേശു തന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ, യേശു പാപികളായ മനുഷ്യരെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അടുത്തതായിട്ട് യേശു പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് ഈ 2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യേശുവിന്റെ ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. പലവിധമായ സാഹചര്യങ്ങളിൽ നിന്നും, പലവിധമായ സംസ്കാരങ്ങളിൽ നിന്നും, പല ഭാഷകളിൽ നിന്നും, വർണ്ണങ്ങളിൽ നിന്നും, വർഗങ്ങളിൽ നിന്നും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്ന ഏവരോടും കർത്താവ് പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെമ്പാടുമുള്ളതായ തന്റെ ശിഷ്യന്മാരോട്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ മക്കളോട് കർത്താവ് ഇവിടെ അരുളി ചെയ്യുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അതൊരു പുതിയ കൽപ്പന ആയിട്ടാണ് യേശു ഇവിടെ പറയുന്നത്. അപ്പൊ ശിഷ്യന്മാരായ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വലിയ പണക്കാരായി തീരണമെന്നോ, വലിയ വാഹനങ്ങളുള്ളവരായി തീരണമെന്നോ, നല്ല നല്ല വീടുകൾ പണിത് അതിൽ പാർക്കണമെന്നോ ഒന്നുമല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ല എങ്കിൽ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണമെന്നോ ഒന്നുമല്ല യേശു ഇവിടെ പറഞ്ഞത്. യേശു ഇവിടെ പറഞ്ഞ കാര്യം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ആ സ്നേഹം എങ്ങനെയായിരിക്കണമെന്നാണ് യേശു ക്രിസ്തു രണ്ടാമത് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യേശു ലോകത്തെ സ്നേഹിച്ചതുപോലെ, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കണമെന്നാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ, ഒരുവൻ എന്നെ സ്നേഹിച്ചാൽ തിരിച്ചു സ്നേഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരാൾ സമ്മാനം തന്നാൽ തിരിച്ചും സമ്മാനം കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കും. എന്നാൽ നമ്മെ സ്നേഹിക്കാത്തവരെ, നമുക്കൊന്നും നൽകുവാൻ കഴിയാത്തവരെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് നമ്മിലുള്ളതായ ഒരു നന്മയും കണ്ടിട്ടല്ല, നമ്മിൽ എന്തെങ്കിലും വലിപ്പം കണ്ടിട്ടല്ല യേശു നമ്മെ സ്നേഹിച്ചത്. യേശു നമ്മെ സ്നേഹിച്ചപ്പോൾ, തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മിൽ യാതൊരു വിധമായ ഗുണങ്ങളും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ ശത്രുക്കളായിരുന്ന, ദൈവത്തോട് അകന്ന് ജീവിച്ച, ദൈവത്തെ മറന്ന് അന്യാരാധനകളിൽ മുഴുകിയതായ നമ്മെ കർത്താവായ യേശു ക്രിസ്തു അതൊന്നും കണക്കിടാതെ നമ്മെ സ്നേഹിച്ചു. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. മൂന്നാമത്തെ കാര്യം യേശു പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പൊ യേശുവിന് ഒരാഗ്രഹം, തന്റെ ശിഷ്യന്മാരായി തീർന്ന ദൈവമക്കൾ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയണം. അത് നാം ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ, ദാനധർമ്മങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ നാം ചെയ്യുന്ന വീര്യപ്രവൃത്തികൾ കൊണ്ടോ നാം ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയണമെന്നല്ല യേശുവിടെ പറഞ്ഞത്. തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെ നാം യേശുവിന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ പുതിയൊരു കൽപ്പന, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അത് യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരമോ ആഗ്രഹപ്രകാരമോ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് യേശു വില കൽപ്പിക്കുകയില്ല. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കണം. നമ്മുടെ തമ്മിൽ തമ്മിലുള്ളതായ സ്നേഹം ഉണ്ടെങ്കിൽ, തമ്മിൽ തമ്മിലുള്ളതായ സ്നേഹത്താൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിടെ പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും നമുക്ക് അതിനു മുകളിലുള്ളതായ ഒരു വാക്യം വായിക്കാം. 31-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പ്രകാരം പറയുന്നു, കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞൊന്നു മാത്രം നിങ്ങളോട് കൂടിയിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോട് പറയുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി സംസാരിക്കുന്ന സാഹചര്യം പെസഹ കഴിപ്പാനായിട്ട് മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടി വന്നിരിക്കുന്ന സാഹചര്യമാണിത്.
പെസഹ രാത്രിയിൽ പെസഹായും കഴിഞ്ഞ് ഗെത്സമന തോട്ടത്തിലേക്ക് പോയ യേശുവിനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ഈ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാണിത്. അപ്പോൾ അടുത്ത ദിവസം താൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടും. ഇനി ശിഷ്യന്മാരുമായി ഈ ജഡത്തിലിരിക്കുമ്പോൾ മുഖാമുഖം കാണുകയില്ല. അപ്പോൾ മരണത്തിന് മുൻപുള്ളതായ അവസാനത്തെ ആഗ്രഹം എന്ന പോലെ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഒരു മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു പിതാവ് തന്റെ മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി തന്റെ മരണശേഷം മക്കൾ ഇന്നിന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് മക്കളോട് ആവശ്യപ്പെടുന്ന ഒരു സ്നേഹനിധിയായ ഒരു പിതാവിനെ പോലെ കർത്താവായ യേശുക്രിസ്തു അടുത്ത ദിവസം ചില മണിക്കൂറുകൾക്കുള്ളിൽ താൻ മരിക്കും. തന്റെ ശിഷ്യന്മാരിൽ നിന്ന് താൻ പോകും. മരണത്തിന് തൊട്ടു മുൻപ് ശിഷ്യന്മാർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ആയിരിക്കണമെന്നുള്ളതായ യേശുവിന്റെ ഹൃദയത്തിലെ ആ വലിയ വാഞ്ചയാണ്, ആഗ്രഹമാണ് ശിഷ്യന്മാരായ നമ്മളോട് യേശു ഇവിടെ അറിയിക്കുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതായ ആഗ്രഹം, താല്പര്യം, കൽപ്പന കർത്താവ് നമുക്ക് തന്നു. അപ്പൊ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു പിതാവ് മക്കളോട് എന്തെങ്കിലും കാര്യം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എന്ത് വില കൊടുത്തും ആ മക്കൾ അത് ചെയ്യും. സ്നേഹമുള്ള മക്കളാണെങ്കിൽ ആ കാര്യം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം യേശുവിന്റെ സ്നേഹമുള്ള ശിഷ്യന്മാരാണെങ്കിൽ, യേശുവിന്റെ സ്നേഹമുള്ള മക്കളാണെങ്കിൽ, മരണത്തിന് തൊട്ടു മുൻപ് യേശു നമ്മളോട് പറഞ്ഞ ആ കൽപ്പന, പുതിയൊരു കൽപ്പന, തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതായ കൽപ്പന അക്ഷരം പ്രതി പാലിച്ച് നാം മുന്നോട്ട് പോകണമെന്നാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് ക്രൈസ്തവ ലോകം സ്നേഹമില്ലായ്മയുടെ അധപ്പതനത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ക്രൈസ്തവർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന കാഴ്ചകൾ, കോടതിയിൽ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൂടെയെല്ലാം യേശുവിന്റെ വിലയേറിയ നാമം ദുഷിക്കപ്പെടുന്നു, ജാതികളുടെ മധ്യത്തിൽ ദുഷിക്കപ്പെടുന്ന സ്ഥിതിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ക്രൈസ്തവരുടെ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ ഇടയിലുള്ളതായ ഇങ്ങനെയുള്ളതായ ഈ പ്രവർത്തനങ്ങൾ, സ്നേഹമില്ലാത്ത ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, കേവലം ഭൗതികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായ, സ്നേഹമില്ലാതെയുള്ളതായ തമ്മിലുള്ളതായ യുദ്ധങ്ങളെ കാണുമ്പോൾ കർത്താവ് സന്തോഷിക്കുകയായിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഹൃദയം വേദനിക്കുകയായിരിക്കും. തമ്മിൽ സ്നേഹിക്കണമെന്ന് നമുക്ക് കൽപ്പന തന്നിട്ട് മരണം മൂലം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്ത് അവിടെ പിതാവിന്റെ വലതുഭാഗത്ത് തന്റെ മക്കൾക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തുവിന് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷമായിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമില്ല. വേദനയായിരിക്കും, വളരെ ദുഃഖമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനിയും നമുക്ക് കർത്താവിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് അവസരമുണ്ട്. പുതിയൊരു കൽപ്പനയായിട്ട് നമുക്ക് തന്നിരിക്കുന്ന തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതായ കർത്താവിന്റെ കൽപ്പന, പിതാവിന്റെ കൽപ്പന മക്കൾ ശിരസായി ഏറ്റെടുത്ത് പിതാവിന്റെ മരണശേഷം പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, യേശു മരണത്തിന് മുൻപ് നമ്മോട് കൽപ്പിച്ചതായ പുതിയൊരു കൽപ്പനയാകുന്ന തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതായ കൽപ്പന നമുക്ക് ശിരസ് ഏറ്റെടുത്തുകൊണ്ട് ശിഷ്യന്മാരായ നമുക്ക് തമ്മിൽ സ്നേഹിക്കാം. പ്രിയപ്പെട്ടവർ, അങ്ങനെ നാം തമ്മിൽ സ്നേഹിക്കുമ്പോൾ നാം യേശുവിന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുവാനിടയുണ്ട്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവർ, കർത്താവിനെ അറിയാത്ത നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്നേഹിതർ, അയൽവാസികൾ, സ്വന്തം നാട്ടുകാർ, സ്വന്തം രാജ്യക്കാർ, എല്ലാവരും അറിയണം നാം യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന്. അത് നാം നടത്തുന്ന വലിയ ക്രൂസൈഡുകളിലൂടെയോ വലിയ മീറ്റിങ്ങുകളിലൂടെയോ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് നാം അറിയണമെന്നല്ല കർത്താവ് ആഗ്രഹിച്ചത്. നാം തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെ നാം യേശുവിന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 29 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു.
1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നുവോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരവുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം കൃപാവരങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ കൃപാവരങ്ങളെ കുറിച്ചുള്ളതായ ഉപദേശങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാവർക്കും അപ്പോസ്തലന്മാരാകുവാൻ കഴിഞ്ഞൊന്നും വരികയില്ല, എല്ലാവർക്കും പ്രവാചകന്മാരാകുവാനായിട്ട് കഴിയുകയില്ല, എല്ലാവർക്കും ഉപദേഷ്ടാക്കന്മാരാകുവാനോ, എല്ലാവർക്കും രോഗശാന്തി വരം പ്രയോജനപ്പെടുത്തുവാനോ, എല്ലാവർക്കും അന്യഭാഷകളിൽ സംസാരിക്കുവാനോ, എല്ലാവർക്കും അന്യഭാഷകൾ വ്യാഖ്യാനിക്കുവാനോ കഴിയുകയില്ല. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. എന്നിട്ട് അവസാനം ആ അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നമ്മോട് പറയുന്നു, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, കൃപാവരങ്ങൾ നമുക്ക് എല്ലാവർക്കും നാം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം. അത് ദൈവത്തിന്റെ ദാനമാണത്. കൃപാവരങ്ങൾ ദൈവത്തിന്റെ ദാനമാണത്. കൃപാവരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയെങ്കിൽ ശുശ്രൂഷയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന എല്ലാവർക്കും, ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ആചരിക്കുവാൻ കഴിയുന്ന അതിശ്രേഷ്ഠമായ ഒരു മാർഗമാണ് സ്നേഹം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും, പാണ്ഡിത്യമുള്ളവനും പാണ്ഡിത്യമില്ലാത്തവനും, ധനവാനും ദരിദ്രനും, ബുദ്ധിജീവികൾക്കും ബുദ്ധിയില്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ആചരിക്കുവാൻ കഴിയുന്ന ശ്രേഷ്ഠമായ ഒരു മാർഗത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തതായിട്ട് 14-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം തന്നെ 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. പതിനാലാം അധ്യായവും കൃപാവരങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ലോകത്തെമ്പാടുമുള്ളതായ ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. 14-ാം അധ്യായത്തിലും ആ കൃപാവരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ്, കൃപാവരങ്ങളെ കുറിച്ചുള്ളതായ പഠനം ആരംഭിക്കുന്നതിന് മുൻപ് അതിന്റെ ആരംഭത്തിൽ പറയുന്നു, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹം ആചരിപ്പാൻ നാം ഉത്സാഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം ഉത്സാഹിക്കണം. തമ്മിൽ സ്നേഹിക്കുവാൻ നാം ഉത്സാഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരം സ്നേഹിച്ച് യേശുവിന്റെ ശിഷ്യന്മാരാണ് നാം എന്ന് എല്ലാവരും അറിയുന്ന നിലവാരത്തിലേക്ക് നമുക്ക് ഉയർന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 12-ാം അധ്യായവും 14-ാം അധ്യായവും കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. എന്നാൽ അതിന്റെ നടുക്ക് 12-ാം അധ്യായത്തിന്റെയും 14-ാം അധ്യായത്തിന്റെയും നടുക്ക് കൃപാവരങ്ങളെ കുറിച്ചുള്ള പഠനമല്ല പൗലോസ് അപ്പോസ്തലൻ നടത്തുന്നത്. 13-ാം അധ്യായം സ്നേഹത്തിന്റെ അധ്യായം എന്നാണ് അറിയപ്പെടുന്നത്. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹം നമ്മിൽ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 14-ാം അധ്യായത്തിലും കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദൈവദാസൻ പറഞ്ഞ ഒരു ചിന്ത ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. 12-ാം അധ്യായവും 14-ാം അധ്യായവും ഒരു ബ്രെഡിനോട് ഉപമിക്കുകയാണെങ്കിൽ, കേവലം ഒരു ഉപമയായിട്ട് പറഞ്ഞതാണ്, ഉപമിക്കുകയാണെങ്കിൽ 13-ാം അധ്യായം ആ 2 ബ്രെഡ് കഷ്ണങ്ങൾക്കിടയിൽ പുരട്ടി നാം മധുരത്തോടെ കഴിക്കുന്ന ജാമിന് തുല്യമായിട്ട് ആ ദൈവദാസൻ പ്രകാരം പറഞ്ഞു. വെറുതെ നാം ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് കഴിച്ചാൽ ആ ബ്രെഡിന്റെ തനതായ ഒരു രുചി ഉണ്ടായിരിക്കും. എന്നാൽ 2 ബ്രെഡ് കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിന്റെ നടുക്ക് ജാം പുരട്ടി കഴിച്ചാൽ അതിമധുരമുണ്ടാകും.
നല്ല രുചിയുണ്ടാകും. ഇപ്രകാരം തന്നെ ഇവിടെ 12-ാം അധ്യായവും 14-ാം അധ്യായവും കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നു. ഈ 2 അധ്യായങ്ങളുടെ നടുക്ക് കൊണ്ടുവന്ന് 2 ബ്രെഡ് കഷ്ണങ്ങളുടെ ഇടയ്ക്ക് ജാം പുരട്ടിയിരിക്കുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തിന്റെ അധ്യായം ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കൃപാവരങ്ങൾ നാം ശുശ്രൂഷയിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് നാം അത് ചെയ്യുന്നില്ല എങ്കിൽ ആ കൃപാവരങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകയില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 13-ാം അധ്യായം ഞാനിവിടെ 1-ാം വാക്യം മുതൽ വായിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അന്യഭാഷയിൽ സംസാരിക്കുന്നതിനുള്ളതായ വരം ദൈവമക്കൾക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവമക്കൾ 2 ഭാഷകളാണ് സംസാരിക്കുന്നത്, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ. അതിനുള്ളതായ വരം കർത്താവായ ദൈവം തന്നിൽ വിശ്വസിച്ച് തന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്ക്, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. സ്നേഹമില്ലാതെ നാം അന്യഭാഷകളിൽ, ദൂതന്മാരുടെ ഭാഷകളിലായാലും മനുഷ്യരുടെ ഭാഷകളിലായാലും നാം സംസാരിച്ചാൽ, സ്നേഹമില്ലാതെയാണ് ഈ കൃപാവരമാകുന്ന അന്യഭാഷയാകുന്ന കൃപാവരം നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയി നാം അതപ്പതിച്ചു പോകുമെന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കൃപാവരങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ. 12-ാം അധ്യായം അവസാനിപ്പിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ശ്രേഷ്ഠമായ വരങ്ങൾ ശ്രേഷ്ഠമായതാണ്. വരങ്ങൾ ശുശ്രൂഷയിൽ വളരെയധികം ആവശ്യമായ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ പൗലോസ് പറയുന്നു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെയാണ് ഞാൻ സുവിശേഷം പ്രസംഗിച്ചത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമ്മുടെ ശുശ്രൂഷയിലും ഈ നൂറ്റാണ്ടിലെ ശുശ്രൂഷയിലും ഈ അന്ത്യകാലത്തെ ശുശ്രൂഷയിലും ശ്രേഷ്ഠവരങ്ങൾ നമ്മുടെ ശുശ്രൂഷയിൽ കൂടെ തീർച്ചയായും വെളിപ്പെടണം. എന്നാൽ ശ്രേഷ്ഠവരങ്ങൾ വെളിപ്പെടുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ശ്രേഷ്ഠവരങ്ങൾ നമ്മിലൂടെ വെളിപ്പെടേണ്ടത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല നാം കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഒരു ദൈവമൈതലിനെ പ്രവചിക്കുന്നതിനുള്ള വരം ലഭിക്കുന്നു. ആ പ്രവചന വരത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പൗലോസ് പറയുന്നു, സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകൾ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ വീര്യപ്രവൃത്തികൾ നമ്മുടെ കയ്യാൽ കർത്താവ് നടത്തിയെടുക്കട്ടെ. ഉന്നതമായ ദൈവിക മർമ്മങ്ങൾ പ്രവചനാത്മാവിൽ വിശ്വാസികളുടെ ഇടയിലും ലോകത്തിന്റെ നടുവിലും നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് ആലോചനകൾ നമുക്ക് പകർന്നു കൊടുക്കാം. മലകളെ നീക്കുവാൻ തക്കവണ്ണമുള്ളതായ വിശ്വാസത്തോടു കൂടെ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ശുശ്രൂഷകൾ നാം നിവൃത്തിയിരിക്കേണ്ടത്? സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സ്നേഹത്തിൽ ഊന്നിയായിരിക്കണം നാം ഇത് ചെയ്യേണ്ടത്. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ചെയ്യണമെന്ന് പൗലോസ് ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥന എഫെസോസ് ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം തന്നെ ദൈവ സ്നേഹത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം നാം ഈ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട്. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന ആ വലിയ വീഴ്ചയ്ക്ക് കാരണം ക്രൈസ്തവ സമൂഹം അവഹേളിക്കപ്പെടുന്നതിനുള്ളതായ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം എന്നുള്ള താല്പര്യത്തിലല്ല ഇന്ന്
ക്രൈസ്തവ സമൂഹങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ യേശു പറഞ്ഞു, നിന്റെ ഇടം കൈ ചെയ്യുന്നത് നിന്റെ വലം കൈ അറിയാതെ നീ ദാനധർമ്മങ്ങൾ ചെയ്യുക, ദാനം കൊടുക്കുക എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഇതില്ലാതെ ചെയ്യുന്നതായ ഏതൊരു കാര്യവും, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ചെയ്യുന്ന ഏതൊരു കാര്യവും അത് പ്രയോജനമില്ലാത്തതാകും എന്ന് തിരുവചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് പറയുന്നു, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതെല്ലാം, നമുക്കുള്ള സമ്പത്തെല്ലാം പട്ടിണി കിടക്കുന്നവർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക് അന്നദാനം, ഭക്ഷണം നാം ദാനമായിട്ട് കൊടുത്താലും അത് സ്നേഹത്തിൽ നിന്നല്ല നാം ചെയ്യുന്നതെങ്കിൽ അത് പ്രയോജനമില്ലെന്നാണ് പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലൂടെ യേശുവിന്റെ ശിഷ്യന്മാരായി തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെ യേശുവിന്റെ ശിഷ്യന്മാരായി നാം എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാം അന്നദാനം ചെയ്താൽ, നാം ഭക്ഷണം ദാനം ചെയ്താൽ, അത് നമുക്കുള്ള സമ്പത്ത് മുഴുവനും വിറ്റിട്ട് നാം ദാനം ചെയ്താലും അത് സ്നേഹത്തിലല്ല അത് ചെയ്യുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രതിഫലവും കിട്ടുകയില്ല എന്ന് ഇവിടെ തിരുവചനം പറയുന്നു. അതുകൂടാതെ പറയുന്നു, എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, യേശുവിന്റെ നാമത്തെ പ്രതി 1-2 നൂറ്റാണ്ടുകളിൽ അനേക ശിഷ്യന്മാരെ ജീവനോടുകൂടെ തീയിലിട്ട് ചുട്ടുകരിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു, സുവിശേഷം പ്രഘോഷിച്ചു, യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, യേശുവിനോട് വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അനേകരെ പച്ച ശരീരങ്ങളെ, ജീവനുള്ള ശരീരങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ സംഭവങ്ങൾ, അങ്ങനെ രക്തസാക്ഷികളായി തീർന്ന അനേക വിശുദ്ധന്മാരായ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് സഭാചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും സ്നേഹമില്ല എങ്കിൽ, ശരീരം ചുടുവാൻ ഏൽപ്പിച്ച് രക്തസാക്ഷി മരണം വരിച്ചാലും സ്നേഹമില്ല എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നിവിടെ തിരുവചനം പറയും. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമുക്ക് കർത്താവ് തന്നെ മരണത്തിന് മുൻപ് പുതിയൊരു കൽപ്പന നമുക്ക് തന്നിരിക്കുന്നു. നാം തമ്മിൽ സ്നേഹിക്കണം. തമ്മിൽ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ആത്മീക രംഗത്ത് പലപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കയ്യാങ്കളികൾ വരെ നടക്കുന്നതായ അവസ്ഥകളാണെന്ന് ദൈവജനത്തിന്റെ ഇടയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വാസ്തവത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരാണോ നാം, അതോ ക്രിസ്തുവിന്റെ നാമത്തെ ദുഷിക്കുന്ന ദൂഷകന്മാരാണോ നാം എന്ന് ഈ വചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ നാം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. തുടർന്ന് സ്നേഹം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവസ്നേഹം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ സ്നേഹം എന്തെല്ലാം കാര്യങ്ങൾ ആ വ്യക്തിയിലൂടെ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് തുടർന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം വാക്യം മുതൽ വായിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹം ഒരുവനിലുണ്ടെങ്കിൽ, ഒരു ശിഷ്യനിലുണ്ടെങ്കിൽ ദീർഘമായി ക്ഷമിക്കും. സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. എന്നാൽ കൃപാവരങ്ങൾ നിന്നുപോകുമ്പോൾ, നീങ്ങിപ്പോകുമ്പോൾ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല എന്ന് അപ്പോസ്തലൻ വ്യക്തമായി ഉറപ്പോടുകൂടെ പറയുന്നു. അപ്പോൾ സ്നേഹം നമ്മിലുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, ദീർഘമായി ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, ക്ഷമിക്കുവാൻ, ദയ കാണിക്കുവാൻ, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുവാൻ, എല്ലാം വിശ്വസിക്കുവാൻ, എല്ലാം പ്രത്യാശിക്കുവാൻ, എല്ലാം സഹിക്കുവാൻ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അത് 13-ാം അധ്യായം 13-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നാം തമ്മിൽ സ്നേഹിക്കണം. സ്നേഹത്തിലൂടെ പൊറുക്കുവാനും, ക്ഷമിക്കുവാനും, സഹിക്കുവാനും, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുവാനും നമുക്ക് കഴിയണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എഫെസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം
1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്ന, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുഗ്രഹിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. നാം സ്നേഹത്തിൽ ജീവിക്കണം, സ്നേഹത്തിൽ നടക്കണം, നാം സ്നേഹിക്കണം. അതെങ്ങനെയായിരിക്കണം? കർത്താവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ ഒരു വഴിപാടും യാഗവുമായി കർത്താവ് തന്നെ പിതാവിന് സമർപ്പിച്ചു. അങ്ങനെ യേശുക്രിസ്തു തന്നെ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ എന്നാണ് എഫെസോസിലുള്ള ദൈവസഭയോട്, ലോകമെമ്പാടുമുള്ളതായ ദൈവസഭയോട്, ദൈവജനത്തോട് പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. പ്രിയപ്പെട്ടവരെ, സ്നേഹത്താലാണ് യേശു ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചത്. വാളുകൊണ്ടോ കുന്തം കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ചതിവ് കൊണ്ടോ വഞ്ചനയോ കൊണ്ടോ അല്ല യേശുക്രിസ്തു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചത്. യേശുക്രിസ്തു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചത് സ്നേഹത്താലാണ്, നിറഞ്ഞ സ്നേഹത്താലാണ്. തന്നെത്താൻ കൊടുക്കുവാൻ തക്കവണ്ണമുള്ളതായ സ്നേഹത്താലാണ് യേശു നമ്മെ സ്നേഹിച്ചതെങ്കിൽ ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ വളർന്ന് വികസിക്കണമെങ്കിൽ നമുക്ക് തമ്മിൽ സ്നേഹമുണ്ടാകണം. സ്നേഹത്തോടുകൂടി നാം സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ, സ്നേഹത്തോടുകൂടെ യേശുവിനെ അറിയാത്തവരോട് നാം ഇടപെടുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മിലൂടെ ദൈവരാജ്യം വളരും, സഭ വളരും. അതിന് യാതൊരു വിധമായ തർക്കവുമില്ല. ആയതിനാൽ ഈ രാത്രികാലം നാം അല്പസമയം കർത്താവിന്റെ തിരുവചനം ധ്യാനിച്ചു. തമ്മിൽ നിങ്ങൾ സ്നേഹിക്കണം. മരണത്തിന് തൊട്ടു മുൻപ് കർത്താവ് നമ്മളോട് കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് ആ കൽപ്പനയിൽ നമുക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആ കൽപ്പന നാം മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ആ കൽപ്പന മറന്നുകൊണ്ട് സ്നേഹിക്കാത്ത, കരുണയില്ലാത്ത, കാഠിന്യമുള്ള അനുഭവത്തോടുകൂടെ നാം ഇടപെട്ട് പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കതെല്ലാം ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് മാനസാന്തരപ്പെട്ട് എഫെസോസ് സഭയോട് കർത്താവ് പറയുന്നത് പോലെ, എങ്കിലും ആദ്യ സ്നേഹത്തിൽ വിട്ടുകളഞ്ഞിരിക്കുന്ന എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. നമ്മിലുള്ളതായ വെളിച്ചം നമ്മിൽ നിന്ന് നീക്കിക്കളയുവാൻ തക്കവണ്ണം ദൈവസ്നേഹം നമ്മിൽ കുറഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വചനത്തിന് മുൻപാകെ നമുക്ക് താഴ്ത്താം. ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ സന്ദേശം നമുക്കിവിടെ അവസാനിപ്പിക്കാം. സ്വർഗീയ നല്ല പിതാവേ, സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം തിരുവചനം ധ്യാനിപ്പാൻ അവിടുന്ന് നൽകിയ വിലയേറിയ അവസരത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണമേ എന്ന് അങ്ങയുടെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് സൗഖ്യവും വിടുതലും വിശാലതയും കൊടുത്ത് അവിടുന്ന് മാനിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ലോകത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയത്തക്കവണ്ണം തമ്മിൽ സ്നേഹിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കുകയും ഒരുക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം, യേശുവിന്റെ ശിഷ്യന്മാരായി ജീവിപ്പാൻ തക്കണം ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. തിരുസഭയിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.